തായ്ലൻഡിലെ പട്ടായയിലുള്ള നുങ് നൂച്ച് ഗാർഡൻ കാണാനായിട്ടാണ് നാം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികരും അത്യുത്സാഹത്തോടെയാണ് ഈ ഗാർഡൻ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഗാർഡനകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ സത്യത്തിൽ ഗാർഡനിന് ഉള്ളിലെ അറേഞ്ച്മെൻറ്റ്സ് കണ്ട് നാം ഞെട്ടിപ്പോകുന്നതാണ്. ലോക്കൽ ഗൈഡ് ത്രിവേണിയുടെ യാത്രക്കാരെയെല്ലാം മുന്നേ നടന്ന് വിവിധങ്ങളായ കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗാർഡൻ്റെ ആദ്യപടിയായി നാം പോട്ടറി ഗാർഡനാണ് കാണുന്നത്. പോട്ടറി ഗാർഡൻ എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഗാർഡനാണ്. കളിമണ്ണിൽ തീർത്ത പലതരം പാത്രങ്ങളും മറ്റുമാണ് ഇവിടെ അലങ്കാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഗാർഡൻ ഡിസൈൻ ചെയ്യാൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച വിവിധ തരം പോട്ടറികളാണ്. ഈ ഗാർഡനുള്ളിൽ മനോഹരമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷങ്ങളും പൂച്ചെടികളും അതുപോലെ തന്നെ വിവിധങ്ങളായ തരത്തിലുള്ള പക്ഷി മൃഗാദികളും ഒക്കെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു മഹാവിസ്മയമെന്ന് പറയാം നമുക്ക് ഈ ഗാർഡനെ പറ്റി. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ ഗാർഡനിൽ എങ്ങും നിറയെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കല്ലുകളും മരങ്ങളും വൃക്ഷങ്ങളും വിവിധ ഇനം ചെടികളും ഒക്കെയായി നീണ്ട് നിവർന്നു കിടക്കുന്ന മനോഹരമായ ഒരു ഗാർഡൻ. ഈ ഗാർഡനിൽ അവിടെ ഇവിടെയായി മറ്റ് പലവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ആർച്ചുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്ര മനോഹരമായിട്ടാണ് കളിമൺ പാത്രങ്ങൾക്ക് കൊണ്ട് പോലും ഒരു ഗാർഡൻ അലങ്കരിക്കാൻ പറ്റുക എന്ന് നമുക്കിത് നന്നേ കാണിച്ചു തരുന്നുണ്ട്. ഈ മഹാവിസ്മയം കണ്ടും ഇതിനുള്ളിലൂടെ നടന്ന് അതിലെ മനോഹരമായ ചെടികളുടെയും പൂക്കളുടെയും ഭംഗി ആസ്വദിച്ചും മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട്ടിൻപുറങ്ങളിലൊക്കെ കാടുകളിൽ നമുക്ക് കാണാവുന്ന പലതരം ചെടികളും ഇവിടെ എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ അലങ്കാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ അത്ഭുതമാണ് ഉണ്ടാവുക. യാത്രാ സംഘത്തിലെ പല യാത്രികരും ഓരോ ചെടിയുടെയും ഓരോ വൃക്ഷത്തിൻ്റെയും അടുത്ത് നിന്ന് ആ ചെടിയുടെയും വൃക്ഷത്തിൻ്റെയും ഒക്കെ ഭംഗി ആസ്വദിക്കുകയും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തടാകങ്ങളും അതുപോലെ തന്നെ മറ്റ് അലങ്കാരങ്ങളും ഒക്കെ കണ്ട് അവയുടെ ഭംഗി മതിവരുവോളം ആസ്വദിക്കുകയും ഒപ്പം നിന്ന് വിവിധ ഭംഗിയിലുള്ള ഫോട്ടോകൾ ധാരാളമായി എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മനോഹരമായ ഗാർഡനുള്ളിൽ വെറുതെ നടക്കുക എന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. വിദേശീയരും തദ്ദേശീയരുമായ ധാരാളം ടൂറിസ്റ്റുകളാണ് പ്രതിനിത്യം ഈ ഗാർഡൻ സന്ദർശിക്കുന്നത്. ഇവിടെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ആവുന്നത്ര ക്യാമറയിൽ പകർത്തുകയും അതുപോലെ തന്നെ വിവിധ തരം ചെടികളും വൃക്ഷങ്ങളും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിവിധ തരം മനോഹരമായ ശില്പങ്ങളും പാത്രങ്ങളും അത് ഈ ഗാർഡൻ അലങ്കരിക്കുന്നതിന് വേണ്ടി വച്ചിരിക്കുന്ന രീതിയും ഒക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാനും
ഇത് നമുക്കൊരു അവസരം നൽകുന്നതാണ്. മണ്ണിൽ വിരിയിച്ചെടുത്തിരിക്കുന്ന റോസാപ്പൂക്കളും മനുഷ്യൻ്റെ പ്രതിരൂപങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വളരെ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ പോലും കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. അങ്ങനെ വിവിധ ഭംഗിയിലും വിവിധ രൂപത്തിലും വിവിധ ആകാരത്തിലുമുള്ള അനേകം നിർമ്മിതികളാണ് നമുക്കിതിനുള്ളിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിവിധ തരം പ്രാണികളുടെയും പക്ഷികളുടെയും പ്രതിമകളും ഇവിടെ ധാരാളമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ഗാർഡനുള്ളിൽ നടന്ന് ധാരാളം ഫോട്ടോകളും എടുത്ത് ഇതിലെ ഓരോ അത്ഭുത കാഴ്ചകളും കണ്ട് ഈ ഗാർഡനിൻ്റെ മറ്റൊരു വശത്ത് സ്ഥിതി ചെയ്യുന്ന ഡിനോസർ പാർക്കിലേക്കാണ് ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഭൂമിയുടെ ആദിമകാലം മുതൽ വംശനാശം വരുന്നതുവരെ ജീവിച്ചിരുന്ന പല തരത്തിലുള്ള പല സൈസിലുള്ള ഡിനോസറുകളെ ഇവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് കാണാനും അവയുടെ ഭംഗി ആസ്വദിക്കാനും അതുപോലെ തന്നെ അവയുടെ ഭീമാകാരമായ രൂപം നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനുമായി. വിവിധ തരത്തിലും വിവിധ രൂപത്തിലും വിവിധ വലിപ്പത്തിലുമുള്ള ധാരാളം ഡിനോസറുകളെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഒരു കുന്നിൻപുറം പോലും എത്ര മനോഹരമായിട്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നതും അലങ്കരിച്ചിരിക്കുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൃത്തിയായി ഭംഗിയായി വളരെയേറെ കലാത്മകമായി വെട്ടി ഒരുക്കിയിരിക്കുന്ന ചെടികളാണ് മറ്റൊരു മഹാത്ഭുതം. ഏതൊരു ചെടിയെയും ഏതൊരു വൃക്ഷത്തെയും അത് വെട്ടി ഒരുക്കി ഡിസൈൻ ചെയ്ത് നമുക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ ഒരുക്കിയെടുക്കുക എന്നത് തന്നെ ഗാർഡനിങ്ങിൻ്റെ ഒരു വലിയ രഹസ്യം കൂടിയാണ്. വളരെ മനോഹരമായി അലങ്കരിച്ച് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ധാരാളം കാഴ്ചകളും ഒക്കെ കണ്ട് ധാരാളം ഫോട്ടോകളും എടുത്ത് മനസ്സു നിറയെ സന്തോഷവുമായി ഈ ഗാർഡനോട് നാം വിട പറയുകയാണ് മറ്റ് കാഴ്ചകളിലേക്ക് നീങ്ങാനായി.